ജയിൽ ചാട്ടത്തിന് ഗോവിന്ദചാമി നടത്തിയത് 1.5 മാസത്തെ തയ്യാറെടുപ്പാണ്. ശരീരം മെലിയാൻ അരിഭക്ഷണം ഒഴിവാക്കി, സെല്ലിലെ കമ്പി അറുക്കുന്ന ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ തലയിൽ തേക്കാൻ നൽകിയ വെളിച്ചെണ്ണ സൂക്ഷിച്ചു വെച്ചു. ജയിൽ മോചിതരായവരുടെ വസ്ത്രം വടമുണ്ടാക്കാനായി ശേഖരിച്ചു. ജയിൽ ചാടുന്നതിനായി മാസങ്ങൾക്ക് മുൻപ് തന്നെ കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നു ഗോവിന്ദചാമി. നേരത്തെ തന്നെ ജയിൽ കമ്പികൾ മുറിച്ചു തുടങ്ങി. ശബ്ദം പുറത്തു വരാതിരിക്കാൻ കുളിക്കാൻ നൽകിയ വെളിച്ചെണ്ണ കമ്പികളിൽ തേച്ചു. തുണി വെച്ച് കെട്ടിയാണ് കമ്പികൾ മുറിക്കാൻ ആരംഭിച്ചത്. ജയിലധികൃതർക്ക് മനസ്സിലാകാതിരിക്കാൻ കമ്പിയിൽ നൂൽ കെട്ടിവെച്ചു. കമ്പികൾക്കിടയിലൂടെ നൂണ്ടിറങ്ങാൻ അരിഭക്ഷണം ഒഴിവാക്കി ശരീരവണ്ണം കുറച്ചു. സംശയം തോന്നിയവരോട് ഡോക്ടർ ആവശ്യപ്പെട്ടതാണെന്ന് മറുപടി നൽകി. മതിലിലൂടെ ഊർന്നിറങ്ങുന്നതിനായി ജയിൽ മോചിതരായവരുടെ തുണികൾ ശേഖരിച്ചു വെച്ചു. വാട്ടർ ടാങ്ക് വഴി ക്വാറന്റൈൻ ബ്ലോക്കിലെത്തിയ പ്രതി പ്ലാസ്റ്റിക് ഡ്രമ്മിന്റെ മുകളിൽ കയറി ഇലക്ട്രിക് ഫെൻസിന്റെ തൂണിൽ കുടുക്കിടുകയായിരുന്നു. ജയിൽ അടുക്കളയിലെ അന്തേവാസികളിൽ നിന്നാണ് ബ്ലേഡ് ലഭിച്ചതെന്നും ഗോവിന്ദചാമി മൊഴി നൽകി. ഗോവിന്ദചാമി തടവ് ചാടാൻ തയ്യാറെടുക്കുന്ന വിവരം അറിയാമായിരുന്നുവെന്ന് തമിഴ്നാട് സ്വദേശിയായ സഹതടവുകാരനും സമ്മതിച്ചു. എന്നാൽ താനും ജയിൽ ചാടാൻ ശ്രമിച്ചെന്നും കമ്പികൾക്കിടയിലൂടെ പുറത്തു ചാടാൻ കഴിയാത്തത് തിരിച്ചടിയായെന്നും സഹതടവുകാരൻ പോലീസിനോട് പറഞ്ഞു. 24 കണ്ണൂർ.